ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടനിലുണ്ടായ കൊടുങ്കാറ്റിനെ തുടർന്ന് വളരെയധികം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കൊടുങ്കാറ്റിനോടനുബന്ധിച്ചുണ്ടായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ധാരാളം നാശനഷ്ടങ്ങളും അപകടങ്ങളും വരികയും ചെയ്തു. ധാരാളം ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും നിർത്തിവെക്കേണ്ടതായി വന്നു. ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് 200ഓളം വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. കൊടുങ്കാറ്റിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പവർ കട്ട് ഉണ്ടായതിനെ തുടർന്ന് ട്രെയിൻ സർവീസുകളും അതുപോലെ പല സർവീസുകളും ബസ് സർവീസുകളൊക്കെ നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. തെക്കൻ വെയിൽസിൽ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട് ഒരു 75കാരൻ മരണമടഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊടുങ്കാറ്റിനെ തുടർന്ന് ഉണ്ടായ മരണത്തിൽ 4ാമത്തെ ആളാണ് ഇപ്പോൾ മരണമടഞ്ഞത്. ഇതിനു മുന്നേ 3 പേരും പലവിധ അപകടങ്ങളിൽ മരണമടഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇന്നലെ വളരെയധികം വീടുകളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് അതിഭീകരമായ കൊടുങ്കാറ്റിനെ തുടർന്ന്. ഡെവണിൽ സിഡ് നദിയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ശക്തമായ പേമാരിയും കൊടുങ്കാറ്റും മൂലം ലണ്ടനിലെ പല പാർക്കുകളും അടയ്ക്കുവാൻ അവർ നിർബന്ധിതരായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഇവൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കുകളിലും മറ്റും. അതെല്ലാം തൽക്കാലം നിർത്തിവെക്കുകയാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ബെർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങളാണ് ഇംഗ്ലണ്ടിൽ ആകമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 4 പേരുടെ മരണത്തെ ഇടയാക്കി ഒരാളെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിൽപ്പെട്ട ഒരാളെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കുമെന്നാണ് എല്ലാവരും നോക്കി ഇരുന്നത്. പക്ഷേ തൽക്കാലം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കുകയില്ല എന്നുള്ളതാണ് അറിവ്. കൂടുതലായിട്ട് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫിനെ തന്നെ ഉപയോഗിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റിലൂടെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് കൂടുതലായി ഇപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാരെ എടുക്കേണ്ട കാര്യമില്ല, സ്റ്റാഫിനെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് എത്രമാത്രം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫിന് കൂടുതൽ സ്ട്രെസ്സും ഓവർ വർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഒരുങ്ങിയിരിക്കുന്ന നേഴ്സസൊക്കെ ഇപ്പോൾ ഉടനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് തീരെ കുറവാണ്. അവർ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് തൽക്കാലം പോകാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഗൾഫ് രാജ്യത്തേക്കൊക്കെ പോയാലും 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോരുവാൻ പറ്റുന്നതാണല്ലോ. അതുപോലെ തന്നെ കെയർ വർക്കേഴ്സായിട്ടാണെങ്കിലും ഇങ്ങോട്ട് പോരുവാൻ ഇപ്പോൾ ഇവർ റിക്രൂട്ട്മെൻറ്റ് ഇമിഗ്രേഷൻ എല്ലാം ഒത്തിരി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഏജൻസികൾ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ അവേഴ്സ് ഒന്നും കിട്ടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത് അത്രമാത്രം നല്ലതാണെന്ന് പറയുവാൻ പറ്റുകയില്ല. കൂടുതലായിട്ടും ഇവിടെ വന്നു ചേരുന്ന ആൾക്കാർ അതുപോലെ തന്നെ പല സ്കാമുകളിലും പെട്ടിട്ട് ഇപ്പോൾ ഹോമുകളൊക്കെ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേഴ്സിംഗ് ഹോമുകളുടെയൊക്കെ സ്പോൺസർഷിപ്പും ക്യാൻസലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ കെയർ വർക്കറായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇതിന് വേണ്ടിയിട്ട് ഉള്ള വിസയൊക്കെ എടുക്കുന്നതിന് ഉള്ള പൈസയൊക്കെ മുടക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എത്രമാത്രം ജോലി അവേഴ്സ് കിട്ടുമെന്നുള്ളതൊക്കെ ഉറപ്പാക്കണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവേഴ്സ് കിട്ടാതെ വിഷമിച്ച് ജീവിക്കാൻ പോലുള്ള പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.